എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിന്റെ 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ പാഠത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ചാപ്റ്റർ ഗ്യാസസ് ലോയും മോൾ കോൺസെപ്റ്റുമാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗ്യാസസ് ലോയെ കുറിച്ചാണ്. ഗ്യാസസ് ലോ. അതിനു മുമ്പ് ഗ്യാസിന്റെ കുറെ പ്രോപ്പർട്ടീസ് പഠിക്കണം. നമുക്കൊരു 6 പ്രോപ്പർട്ടി കാണാതെ പഠിക്കണം. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾ. എന്താണ്? ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾ. അതായത് നമ്മൾ ഏത് ഗ്യാസ് എടുത്താലും അതിനകത്ത് ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള, വളരെ ചെറുതായിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. എന്താണ്? ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾ. രണ്ടാമത്തെ പോയിന്റ് ആണ് ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ് ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾ ഈസ് വെരി ലെസ്. എന്താണ്? ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ് ദ റിയൽ വോളിയം ഓഫ് ദി മോളിക്യൂൾ ഈസ് വെരി ലെസ്. അതായത് നമ്മൾ ഈ ഗ്യാസിന്റെ മൊത്തത്തിലുള്ള വോളിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ ശരിക്കുമുള്ള വോളിയം എടുത്താൽ അത് വളരെ വളരെ കുറവായിരിക്കും. എന്താണ്? ഞാൻ ഗ്യാസിന്റെ ടോട്ടൽ വോളിയം എടുക്കുകയാണെന്ന് വെച്ചോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിനകത്തിരിക്കുന്ന മോളിക്യൂൾസിന്റെ വോളിയം എത്ര? വളരെ വളരെ കുറവായിരിക്കും. ഇനി അടുത്ത പോയിന്റ്, തേർഡ് പോയിന്റ് പറയണ the molecules are in a state of random motion in all direction. എന്താണ്? The molecules are in a state of random motion in all direction. അതായത് ഇതിനകത്തുള്ള എല്ലാ മോളിക്യൂൾസും സദാസമയവും റാൻഡം മോഷനിലായിരിക്കും. ഇങ്ങോട്ടൊന്നില്ലാതെ, ഒരു ഡയറക്ഷൻ ഒന്നില്ലാതെ എല്ലാ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും? എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത പോയിന്റ് പറയണ result of this random motion of the molecules, they collide with each other and also collide with the walls of the container. This collision with the walls of the container accounts for the pressure of a gas. അതായത് ഈ പറഞ്ഞ മോളിക്യൂൾസ് എപ്പോഴും റാൻഡം മോഷനിൽ എന്നല്ലേ പറഞ്ഞ, ആ റാൻഡം മോഷനിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പോണ സമയത്ത് എന്ത് ചെയ്യും? തമ്മിൽ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, നമ്മളിപ്പം ഒരു കണ്ടെയ്നർ, ഈ കണ്ടെയ്നറിലാണ് ആ ഗ്യാസ് മോളിക്യൂൾ എടുത്തിക്കണേന്ന് വെച്ചോ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സമയത്ത് തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ വാൾസിൽ എന്ത് ചെയ്യും? അതായത് കണ്ടെയ്നറിന്റെ വാൾസിലും എന്ത് ചെയ്യും? ചെന്ന് ഇടിക്കും. അങ്ങനെ ഇടിക്കുന്നത് കൊണ്ടാണ് ഗ്യാസസിന് പ്രഷർ ഉണ്ടാകുന്നത്. ഇങ്ങനെ പറഞ്ഞാമേ, ആസ് ദ റിസൾട്ട് ഓഫ് ദിസ് റാൻഡം മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ, പരസ്പരം കൂട്ടിയിടിക്കും. ആൻഡ് ആൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ദിസ് കൊളിഷൻ വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ അക്കൗണ്ട് ഫോർ ദ പ്രഷർ ഓഫ് എ ഗ്യാസ്. ഓക്കെ ആണ്. അടുത്ത പോയിന്റ് പറയണ ആസ് ദിസ് കൊളിഷൻ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. അതായത് ഈ തമ്മിൽ ഇടിക്കണതായിക്കോട്ടെ അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ വാൾസിൽ ഇടിക്കണതായിക്കോട്ടെ, അത് തമ്മിലുള്ള കൊളിഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. അതായത് അവർക്ക് തമ്മിൽ എന്തുണ്ടാവില്ല? എനർജി ലോസ് ഉണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ ഓരോ തവണ പോയി ഇടിക്കുമ്പോഴും അതിന്റെ എനർജി കുറഞ്ഞു കുറഞ്ഞു വന്നാൽ എന്ത് സംഭവിക്കും? പിന്നെ മൂവ് ചെയ്യാനുള്ള എനർജി ഇല്ലാതാവും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. എന്തുകൊണ്ടാണ്? ഇത് കൊളിഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആയതുകൊണ്ടാണ്. അടുത്ത പോയിന്റ്, ദ മോളിക്യൂൾസ്, ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഇതാണെന്ത്? അതായത് ഈ പറഞ്ഞ മോളിക്യൂൾസും ഈ കണ്ടെയ്നറിന്റെ വാൾസും തമ്മിൽ എന്ത് കാണില്ല? ഒരു അട്രാക്ഷനും കാണില്ല. ഇത്രയേ ഉള്ളൂ 6 പോയിന്റ്സ്. ഒരിക്കൽ കൂടെ പറയാമേ.
ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾ. അടുത്ത പോയിന്റ് എന്താണ്? വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ് ദ റിയൽ വോളിയം ഓഫ് ദി മോളിക്യൂൾ ഈസ് വെരി ലെസ്. അടുത്ത പോയിന്റ് എന്താണ്? The molecule of a gas are in a state of random motion in all direction. അടുത്ത പോയിന്റ് എന്താണ്? As a result of this random motion, they collide with each other and also collide with the walls of the container. This collision with the walls of the container account for the pressure of a gas. അടുത്ത പോയിന്റ് എന്താണ്? ലാസ്റ്റ് പോയിന്റ് എന്താണ്? There is no attraction between the walls of the container and the molecule of the gas. Okay. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ് വോളിയം. എന്താണ് വോളിയം എന്ന് ചോദിച്ചാൽ ഏതൊരു സബ്സ്റ്റൻസും അതിന് ഇരിക്കാൻ ആവശ്യമായ സ്പേസ് എത്രയാണോ അതിന്റെ അളവാണ് വോളിയം. എന്താണ്? ഏതൊരു സബ്സ്റ്റൻസും ഇരിക്കാൻ അതിന് ഒരു സ്ഥലം ഒക്യുപ്പൈ ചെയ്യണം അല്ലേ? അത് വയ്ക്കാനായിട്ട് കുറച്ച് സ്ഥലം ഒക്യുപ്പൈ ചെയ്യേണ്ടി വരും. ആ സ്ഥലത്തെ അളവാണെന്ത്? വോളിയം. നമുക്കൊരു ലിക്വിഡിന്റെ വോളിയം നോക്കാം. എന്താണ് ലിക്വിഡിന്റെ വോളിയം? ഞാനിപ്പോ ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിൽ എടുത്തു, അതിൽ നിറച്ച് വെള്ളം എടുത്തു. ഇതേ വെള്ളം തന്നെ ഞാനൊരു 2 ലിറ്ററിന്റെ ബോട്ടിലോട്ട് മാറ്റി ഒഴിക്കുകയാണെന്ന് വെച്ചോ. അപ്പം വെള്ളത്തിന്റെ അളവ് കൂടുമോ? ഒരിക്കലും കൂടില്ല. എത്രയാണോ ഇവിടെ ഉണ്ടായിരുന്ന അളവ് അത് തന്നെയാണ് എന്ത് അപ്പുറത്ത്. കണ്ടെയ്നർ മാറി എന്ന് പറഞ്ഞു. അതായത് ഇവിടെ 1 ലിറ്ററിന്റെ ബോട്ടിലായിരുന്നു, ഇവിടെ 2 ലിറ്ററിന്റെ ബോട്ടിലായിരുന്നു. ഞാൻ 1 ലിറ്ററിന്റെ വെള്ളം എടുത്ത് 2 ലിറ്ററിന്റെ കുപ്പിയിൽ ഒഴിച്ചെന്ന് പറഞ്ഞ് 2 ലിറ്റർ വെള്ളമാവോ? ഒരിക്കലും ഇല്ല. അപ്പൊ ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം വോളിയം എന്ത് ചെയ്യില്ല? മാറില്ല. പക്ഷേ ഞാൻ ഈ എടുക്കുന്നത് ഗ്യാസ് ആണെന്ന് സങ്കല്പിക്കുക. ഞാൻ എടുക്കുന്ന ഗ്യാസ് ആണെന്ന് സങ്കല്പിക്കുക. 1 ലിറ്ററിന്റെ കുപ്പിയിൽ ഞാൻ നിറച്ച് ഗ്യാസ് എടുത്തു. അത് ഞാൻ അതേപോലെ എടുത്ത് 2 ലിറ്ററിൽ ഒഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 ലിറ്ററിലോട്ട് മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിന്റെ വോളിയം എന്തായി മാറും? 2 ലിറ്ററായി മാറും. അതായത് ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? അതെടുക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം എത്രയാണോ അത്രയുമാണ്. എന്താണ്? ഒരു ഗ്യാസിന്റെ വോളിയം എത്രയെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? അത് ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോളിയം എത്രയാണോ അത് പറയുക. 1 ലിറ്ററിന്റെ ബോട്ടിലാണെന്ന് പറയുകയാണെങ്കിൽ ആ ഗ്യാസിന്റെ വോളിയം എത്ര? 1 ലിറ്റർ. അതെടുത്ത് 2 ലിറ്ററിൽ മാറ്റി എന്ന് പറഞ്ഞാൽ വോളിയം പുതിയ വോളിയം എത്ര? 2 ലിറ്റർ. അതിന് 50 ലിറ്ററിന്റെ ബോട്ടിൽ മാറ്റിയ വോളിയം എത്ര എന്ന് വെച്ചാൽ 50 ലിറ്റർ. അങ്ങനെ വേണം പറയാൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ വീക്കാണ്, അല്ലെങ്കിൽ ഇല്ല, വെരി ലോ ആണ്. അപ്പൊ എന്തിനറിയാമോ? ഇവരെപ്പോഴും ദൂരെ പോയി നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ ദൂരെ പോയി നിൽക്കുമ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂളും വെരി ഹൈ ആണ്. മാത്രമല്ല ഏറ്റവും ദൂരെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? മാക്സിമം എത്രമാത്രം പോകാൻ പറ്റുമോ അത്രമാത്രം ദൂരെ പോയി നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും? വോളിയം കൂടും. ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അതിന് എനർജി ഉണ്ടായിരിക്കണ്ടേ? അപ്പൊ മോളിക്യൂൾസിന്റെ എനർജി എപ്പോഴും ഹൈ ആയിരിക്കും. ഗ്യാസിന്റെ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വളരെ ഹൈ ആയിരിക്കും. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വെരി ലോ ആയിരിക്കും. ഫ്രീഡം ഓഫ് മോഷൻ, അതായത് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം, അതെപ്പോഴും ഹൈ ആണ്. കാരണം ഈ ഗ്യാസ് പാർട്ടിക്കിൾസിന് എങ്ങോട്ട് വേണോ മൂവ് ചെയ്യാം. അപ്പൊ ഇതാണെന്ത്? വോളിയം. ഇനി എന്താണ് ടെമ്പറേച്ചർ നോക്കാം. ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാണ് സംഭവിക്കുന്നത് നോക്കാം. നോക്കിയാണ് ഈ പാർട്ടിക്കിൾസ് ഒക്കെ എപ്പോഴും റാൻഡം മോഷനിലല്ലേ. നമ്മൾ ചൂട് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സ്പീഡ് കൂടും. എന്താണ്? ഞാൻ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടും. ഓക്കെ ആണേ? അങ്ങനെ സ്പീഡ്, അപ്പം മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കൈനറ്റിക് എനർജി കൂടി എന്നാണ് അർത്ഥം. എന്താണ്? മൂവ് ചെയ്യുന്നതിന്റെ എനർജി കൂടി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്. അപ്പൊ എന്താണ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ? ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിനകത്തുള്ള അതിന്റെ മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയുടെ അളവാണ് എന്ത്? ടെമ്പറേച്ചർ. ഇത്
ഇതിന്റെ അകത്തുള്ള മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയുടെ അളവാണെന്ത്? ടെമ്പറേച്ചർ. ഇനി എന്താണ് പ്രഷർ? പ്രഷർ നോക്കിക്കോണേ. ഈ പാർട്ടിക്കിൾസ് എല്ലാം എപ്പോഴും റാൻഡം മോഷനിലല്ലേ? ഇങ്ങനെ മോഷനിൽ നടക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഈ കണ്ടെയ്നറിന്റെ വാൾസിൽ പോയി ഇടിക്കും. ഈ വാൾസിൽ പോയി ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ തവണ ഇടിക്കുമ്പോഴും ഓരോ ഫോഴ്സ് കൊടുക്കും. നമുക്കറിയാം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണെന്ത്? പ്രഷർ അല്ലേ? അപ്പൊ ഓരോ തവണ ഇടിക്കുമ്പോഴും എന്ത് ചെയ്യും? ഓരോ ഫോഴ്സ് കൊടുക്കും. അപ്പം ടോട്ടൽ ഫോഴ്സ്, അതായത് ഈ പാർട്ടിക്കിൾസ് എല്ലാം ഇടിക്കുന്നില്ലേ, അപ്പൊ എല്ലാത്തിന്റെയും ടോട്ടൽ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണെന്ത്? അതിന്റെ പ്രഷർ. അപ്പൊ നമ്മള് എന്താണ് വോളിയം എന്ന് നോക്കി, എന്താണ് ടെമ്പറേച്ചർ എന്ന് നോക്കി, എന്താണ് പ്രഷർ എന്ന് നോക്കി. വോളിയം എന്താണ്? ഏതൊരു സാധനത്തിനും ഇരിക്കാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് വോളിയം. ടെമ്പറേച്ചർ എന്താണ്? അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ. എന്താണ് പ്രഷർ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഈ പറഞ്ഞ മോളിക്യൂൾസ് അതിന്റെ കണ്ടെയ്നറിന്റെ വാൾസിൽ കൊടുക്കുന്ന ടോട്ടൽ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യും? ലൈക്ക് ടോട്ടൽ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണേ. ഇനി നമ്മൾ നോക്കാൻ പോണ ഗ്യാസസ് ലോയെ കുറിച്ചാണ്. ഒന്നാമത്തെ ലോ ആണ് ബോയിൽസ് ലോ. എന്താണ് ബോയിൽസ് ലോ, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ബോയിൽസ് ലോ പറയണെന്ന് വെച്ചാൽ നമുക്ക് അതിലോട്ട് വരാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് നിങ്ങൾ മനസ്സിൽ കാണുക. എന്താണ് പിസ്റ്റൺ സിലിണ്ടർ എന്ന് വെച്ചാൽ, ഒരു സിലിണ്ടർ കാണും, ഇതുപോലെ ഒരു സിലിണ്ടർ കാണും. അതിനെ അടയ്ക്കാനും തുറക്കാനായിട്ട് ഒരു പിസ്റ്റൺ കാണും. ഇതാണ് പിസ്റ്റൺ. ഈ പിസ്റ്റണ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇത് മുകളിലോട്ട് പോകാന്ന് വെച്ചാൽ അതിനർത്ഥം പ്രഷർ കുറയ്ക്കുക എന്നാണ്. ഇത് താഴോട്ട് കൊണ്ടുവരിക എന്ന് വെച്ചാൽ അർത്ഥം പ്രഷർ കൂട്ടുക എന്നാണ്. ഇവിടെ നോക്കിയോണേ, ഞാൻ ഈ പിസ്റ്റൺ, ഈ സിലിണ്ടറിനകത്ത് കുറച്ച് ഗ്യാസ് മോളിക്യൂൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത്രയാണ് അതിന്റെ വോളിയം. ഇത്രയും വോളിയം ഉണ്ട് അല്ലേ? ഇത്രയും വോളിയം ഉണ്ട്, ഇത്രയും വോളിയം ഉണ്ട്. ഞാൻ പ്രഷർ കൂട്ടുകയാണെന്ന് വെച്ചോ, അതായത് എന്ത് ചെയ്യണം? ഇതിനെ പിടിച്ച് താക്കുകയാണെന്ന് വെച്ചോ. താക്കപ്പം എന്ത് സംഭവിക്കും? ഇത് താഴോട്ട് വന്നല്ലേ, അപ്പൊ എന്ത് സംഭവിച്ചു? വോളിയം ഇത്രയായി. അതായത് ഞാൻ പ്രഷർ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? വോളിയം കുറഞ്ഞു. പ്രഷർ കൂടുന്തോറും വോളിയം കുറയും. ഇതിനെയാണ് ഇവിടെ ഒരു കാര്യം, ടെമ്പറേച്ചർ മാറ്റാൻ പാടില്ല. അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. ടെമ്പറേച്ചർ മാറ്റാതിരിക്കുന്ന അവസ്ഥയിൽ പ്രഷർ കൂടിയ എന്ത് സംഭവിക്കും? വോളിയം കുറയും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ബോയിൽസ് ലോ. അങ്ങനെ പറയും, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ volume of a definite mass of gas is inversely proportional to its pressure. എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ്, എന്താണ്? ഒരു പർട്ടിക്കുലർ മാസ് ഉള്ള ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതിന് വിപരീത അനുപാതമാണ്. എന്തിനോട്? അതിന്റെ പ്രഷറിനോട്. അപ്പൊ പ്രഷറിന് വിപരീത അനുപാതമാണ് എന്ത്? വോളിയം എന്നതാണ് ബോയിൽസ് ലോ പറയണേ. തീർന്നില്ല. നമ്മൾ പി കൊണ്ട് പ്രഷറിനെ സൂചിപ്പിച്ചും വി കൊണ്ട് വോളിയത്തെ സൂചിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ പി ഇൻറ്റു വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞത് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെ? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇത് ചിഹ്ന ആൽഫയാണ്, പ്രൊപ്പോർഷണാലിറ്റി കാണിക്കാൻ കൊണ്ടുവരുന്നതാണ്. ഇവിടെ 1/v എഴുതിയതിനർത്ഥം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് v കൂടുന്തോറും p കുറയും, p കുറഞ്ഞും തോറും അല്ലെങ്കിൽ v കുറയും തോറും p കൂടും. അങ്ങനെ കാണിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. പ്രൊപ്പോർഷണാലിറ്റി ആണ് P is proportional to അല്ലെങ്കിൽ P is inversely proportional to volume.
1/v എഴുതിയാൽ എന്താണ് അർത്ഥം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ്. നമ്മൾ എപ്പോഴും ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പി ഈക്വൽ ടു എന്തിനാണ്? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനാണ് എന്ത് ചെയ്യണേ? കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണേ. പി ഈക്വൽ ടു കെ ഇൻറ്റു 1/v. ഇതാണ് ഞാൻ കൊണ്ടുവന്ന കോൺസ്റ്റന്റ്. അത് എന്ത് വേണമാവാം. ഞാനൊരു എക്സാമ്പിളിന് കെ എടുത്തതേ ഉള്ളൂ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. നമുക്ക് പി ഈക്വൽ ടു കെ ബൈ ബി. ഓക്കെ ആണല്ലോ. പി ഈക്വൽ ടു കെ ഇൻറ്റു 1 കെ ബൈ ബി. എങ്ങനെ എഴുതാം? പി ഇൻറ്റു ബി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് അല്ലേ? പി ബി ഇപ്പുറത്താകുമ്പോ ഇൻറ്റു ആവും, അവിടെ ഡിവിഷൻ ആയതുകൊണ്ട് ഇപ്പുറത്താകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. പി ഇൻറ്റു ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. നമുക്ക് എന്താണ് ഇവിടെ ഈ ഇക്വേഷൻ നോക്കുമ്പം പി കൂടുന്തോറും ബി കുറയണം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. തൽക്കാലത്തേക്ക് കെയുടെ വാല്യൂ നിങ്ങൾ ഒരു 100 ആണ് സങ്കല്പിക്കും. നിങ്ങളത് പരീക്ഷയ്ക്ക് എഴുതണ്ട, ജസ്റ്റ് മനസ്സിൽ നിന്ന് സങ്കല്പിക്കുക. കെയുടെ വാല്യൂ 100 ആണെന്ന് സങ്കല്പിക്കുക. നമുക്ക് നോക്കാം. 100 ആണെങ്കിൽ ഞാൻ പിക്ക് 10 കൊടുക്കാം. ഉത്തരം കിട്ടണം 100 കിട്ടണം. അപ്പം ഇവിടെ ഇൻറ്റു എത്ര വരും? ഇൻറ്റു 10 വരും അല്ലേ? അതായത് ഇവിടെ പ്രഷർ 10, വോളിയം 10 സെയിം ആണ്. നമുക്ക് അടുത്തിലോട്ട് നോക്കാം. ഞാൻ പ്രഷർ കൂട്ടുകയാണേ, 20 എടുത്തു പ്രഷർ. അപ്പൊ എന്ത് സംഭവിക്കും? വോളിയം എത്രയായി മാറും? 20 ഇൻറ്റു 5 ആവും. എന്നാലല്ലേ 100 ആകത്തുള്ളൂ. കോൺസ്റ്റന്റ് ഒരിക്കലും മാറില്ല കേട്ടോ. കോൺസ്റ്റന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. 25 ആക്കിയാലോ ഇവിടെ 4 ആകും. എന്നാലും എന്നിട്ടുള്ളൂ 100 കിട്ടത്തുള്ളൂ. ഇവിടെ 50 ആക്കിയാലോ 50 ഇൻറ്റു 2 ചെയ്യേണ്ടി വരും. എന്നാലേ 100 കിട്ടത്തുള്ളൂ. 100 ആക്കിയാലോ ഇൻറ്റു 1 ആകും. എന്തിന്? 100 കിട്ടാൻ. ഇവിടെ നമുക്ക് ഞാൻ പ്രഷർ കൂട്ടും തോറും ആദ്യം 10 ആയിരുന്നപ്പോഴ് വോളിയം 10 ആയിരുന്നു. പ്രഷർ കൂട്ടി 20 ആക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? വോളിയം 5 ആയി കുറഞ്ഞു. പ്രഷർ വീണ്ടും കൂട്ടി 25 ആക്കി. അപ്പോഴെന്ത് സംഭവിച്ചു? വോളിയം വീണ്ടും കുറഞ്ഞു, 4 ആയി. 50 ആക്കിയപ്പോഴോ 2 ആയി. 100 ആക്കിയപ്പോഴോ 1 ആയി. കണ്ട, പ്രഷർ കൂടുന്തോറും വോളിയം എന്ത് ചെയ്യും? കുറയും. അതാണ് എന്ത്? പി ഇൻറ്റു ബി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ volume of a definite mass of gas is inversely proportional to its pressure. Okay. If P is the pressure and B is the volume, P into B is a constant. Okay ആണേ. ഒരു ഗ്രാഫ് കൂടി ഉണ്ട്. പിയും വോളിയം വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷന്റെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷന്റെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെയാണ്. ഓക്കെ ആണേ. ഇത് ഇത്രയുള്ള എന്ത്? ബോയ്ൽസ് ലോ. എന്താണ് ബോയ്ൽസ് ലോ പറയണേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഇഫ് P is the pressure and B is the volume, then P into B is a constant. ഓക്കെ ആണേ. ശരി, അടുത്ത ലോയിലോട്ട് പോകാം. അടുത്ത ലോ പറയുന്നത് ചാൾസ് ലോ. അടുത്ത ലോയാണ് ചാൾസ് ലോ. ഇദ്ദേഹം പറയണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് മാറും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും വോളിയം മാറും. എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എവിടെയും ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എടുക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ഗ്യാസ് ഉണ്ടേ. ഞാൻ ഈ ഗ്യാസിനകത്ത് കുറച്ച് ചൂടാക്കുകയാണ്. അതായത് ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ഈ ടെമ്പറേച്ചർ കൂട്ടുമ്പം എന്ത് സംഭവിക്കും നോക്കാം. ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? എനർജി കൂടും. നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കൂട്ടിയ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടിയ എന്ത് സംഭവിക്കും? ഇത് നേരത്തെ ഓടിയതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിന് ഓടാൻ തുടങ്ങും. അങ്ങനെ സ്പീഡിന് ഓടാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ പിസ്റ്റണിൽ വന്ന് ഇടിക്കും. ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ തവണ ഇടിക്കുമ്പോഴും ഇടിച്ചിടിച്ച് എന്ത് ചെയ്യും? ഇതിനെ പിടിച്ച് അങ്ങ് പൊക്കും. എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടിയപ്പം പിസ്റ്റൺ എന്ത് ചെയ്യും? ഇടിച്ച് പൊക്കും. അതായത് വോളിയം കൂടും.
ടെമ്പറേച്ചർ കൂട്ടിയാൽ ഗ്യാസിന്റെ വോളിയം കൂടും. ഇതാണ് എന്ത് പറയണേ? ചാൾസ് ലോ പറയണേ. അപ്പൊ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മാറ്റാൻ പാടില്ല. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. അതായത് പ്രഷർ മാറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന് കൊടുക്കുന്ന ടെമ്പറേച്ചറിന് അനുപാതമായിരിക്കും. ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറച്ചാൽ വോളിയം കുറയും. ഇഫ് V is the volume and T is the temperature. ഈ ടെമ്പറേച്ചർ എപ്പോഴും കെൽവിൻ സ്കെയിലിലേ പറയാറുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ V/T ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. V/T ആണെന്ത്? ഒരു കോൺസ്റ്റന്റ് ആവുന്നത്. വേണമെങ്കിൽ ചെയ്തു നോക്കാം. കഴിഞ്ഞ തവണ ചെയ്ത കണക്ക് ചുമ്മാ വാല്യൂ ഇട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇഫ് V is the volume, T is the temperature, then V/T is a constant. ഓക്കെ, ഇതാണ് എന്ത്? ചാൾസ് ലോ പറയുന്നത്. ചാൾസ് ലോയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് വോളിയം ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? വോളിയം കൂടിക്കൂടി വരും. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് വോളിയം കൂടിക്കൂടി വരും. ഇതാണെന്ത്? ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന്റെ ഗ്രാഫ്, അല്ലെങ്കിൽ V/T, അല്ലെങ്കിൽ ചാൾസ് ലോയുടെ ഗ്രാഫ്. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് അവഗാഡ്രോസ് ലോ. ഈ അവഗാഡ്രോ ലോ പറയണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ, എന്തൊക്കെ കോൺസ്റ്റന്റ് ആക്കണം? പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ ഏതൊരു ഗ്യാസിന്റെയും വോളിയം എന്ന് പറയുന്നത് അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പൊ ഒരു പിസ്റ്റൺ സിലിണ്ടർ വെച്ചിട്ടുണ്ട്. ഞാൻ പ്രഷർ മാറ്റിയിട്ടില്ല, ടെമ്പറേച്ചർ മാറ്റാതെ വെക്കുകയാണെന്ന് സങ്കല്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എന്തായിരിക്കും? അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. നമ്മൾ കൂടുതൽ മോളിക്യൂൾ ഇട്ടാൽ എന്ത് സംഭവിക്കും? ഇത് എനിക്ക് സ്ഥലം കാണും, അപ്പൊ എന്ത് ചെയ്യും? കുറച്ചുകൂടെ പൊങ്ങും, അവിടെ പോയി നിൽക്കും അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ വോളിയം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയി മാറും? നമ്പർ ഓഫ് മോളിക്യൂൾസിന് പ്രൊപ്പോർഷണൽ ആവും. ഇങ്ങനെ പറയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത്രയേ ഉള്ളൂ. V proportional to N. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ കുറച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ശരി, ഗ്രാഫ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. V proportional to N. ഓക്കെ, നമ്പർ കൂടുന്തോറും വോളിയം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ശരി. നമുക്ക് പരീക്ഷയ്ക്ക് ഈ 3 ലോയില് ഏതെങ്കിലും ഒന്ന് ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. ഉറപ്പായിട്ട് ഈ 3 ലോയില് ഒരെണ്ണം ഉറപ്പായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ട് അത് ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കണം ചോദിക്കും. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ അക്വേറിയമില്ലേ, നമ്മളെ ഫിഷൊക്കെ വളർത്തുന്ന അക്വേറിയം, അതിനകത്ത് നമ്മളെ എയർ ബബിൾസ് ഉണ്ടല്ലേ. ആ എയർ ബബിൾസ് താഴ്ന്ന് മുകളിലോട്ട് വരുന്തോറും ആ ബബിൾസിന്റെ വലിപ്പം കൂടിക്കൂടി വരും അല്ലെ. താഴ്ന്ന് മുകളിലോട്ട് വരുന്തോറും വലിപ്പം കൂടിക്കൂടി വരും. അതിനുള്ള കാരണം ഏറ്റവും താഴെ എന്ന് പറയുമ്പം നോക്ക്, ഇതാണ് നമ്മളെ ഫിഷ് ടാങ്ക് എന്ന് വെച്ചോ, അല്ലെങ്കിൽ അക്വേറിയം. ഇത്രയും വെള്ളമുണ്ട്.
നമ്മൾ ബബിൾസ് ഇങ്ങനെ വലുതായിരിക്കും വരുന്നത്. അതിനുള്ള കാരണം താഴെ എന്ന് പറയുമ്പം ഇത്രയും വെള്ളം ഉണ്ടല്ലേ, ഇത്രയും വെള്ളം ഉള്ളപ്പം അത്രയും വെള്ളത്തിന്റെ പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കുറയും. ഇത് മുകളിലോട്ട് വരുന്നവർ എന്ത് ചെയ്യും? വെള്ളത്തിന്റെ ഹൈറ്റ് കുറഞ്ഞല്ലേ വരുന്നേ, അപ്പൊ എന്ത് ചെയ്യും? പ്രഷറും കുറഞ്ഞു വരും. സോ വോളിയം കൂടിക്കൂടി വരും. എന്ത് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽസ് ലോ. അപ്പം ഈ അക്വേറിയം പറയുന്നത് എന്ത് ലോയായിട്ട് ബന്ധപ്പെട്ടതാണ്? ബോയിൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ശരി, മറ്റൊരു നോക്കാം, ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട് നോക്കാം. നമ്മുടെ ഈ വാഹനത്തിന്റെ ഒക്കെ ടയറില്ലേ, ടയർ ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടയർ ചൂടാവും, അല്ലെങ്കിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് ടയർ ചൂടാവാറുണ്ട്. ചൂടാകുന്ന സമയത്ത് ഇത് പൊട്ടും, ടയർ ചിലപ്പം പൊട്ടും. അത് ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എങ്ങനെ നോക്കാം? ടെമ്പറേച്ചർ അടിക്കുമ്പം വോളിയം കൂടും, വോളിയം കൂടുമ്പോൾ ടയർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും താങ്ങാൻ പറ്റാതാകുമ്പോൾ പൊട്ടും. അത് തന്നെയാണ് ഈ ഹോട്ട് എയർ ബലൂൺ പൊട്ടുന്നതും. ഇതൊക്കെ ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോഴ് ഇനി നമ്മൾ പറയാത്ത കുറെ ലോസ് അല്ലെങ്കിൽ കുറെ ആപ്ലിക്കേഷൻ വരും. നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് ബന്ധപ്പെട്ടുള്ള ഇത് ഏത് നോക്കണം. ഉദാഹരണത്തിന് നമ്മളെ ഈ ടയർ എടുത്തില്ലേ, ടയറിൽ ഞാൻ പറഞ്ഞ സൂര്യപ്രകാശം അടിക്കുമ്പം ടെമ്പറേച്ചർ വലുതായി, വോളിയം, ടെമ്പറേച്ചറും വോളിയം എന്ത് ലോയും? ചാൾസ് ലോ. അങ്ങനെ ചിന്തിച്ച് വേണം എന്ത് ചെയ്യാൻ? ഉത്തരം എഴുതാൻ. ഓക്കെ, ഇതോടുകൂടി ലോസ് എല്ലാം തീരുന്നുണ്ട്. ബാക്കി പഠിക്കേണ്ടത് മോൾസ് ലോയെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോ ചെയ്യുന്നതിന് കൂടെ പറയുന്നതായിരിക്കും. താങ്ക് യു.